ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം നമ്മളൊരു ട്രിപ്പ് മൂഡിലാണ് കേട്ടോ ഗൈസ്. കുട്ടീസുമായിട്ട് അച്ഛൻ 2 ദിവസം നമുക്ക് കിട്ടി. അപ്പോൾ കുട്ടീസുമായിട്ട് നമ്മൾ അരീക്ക വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ പോവുക കേട്ടോ. കണ്ടില്ലേ, നമ്മൾ അരീക്കലെത്തി. അവിടെ ബാക്ക് വശത്തൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് കേട്ടോ ഞങ്ങൾ അരീക്ക വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. അരീക്കയിലേക്കുള്ള വഴിയാണ് കാണുന്നത്. നല്ല പൊളപ്പം വൈബാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ഏരിയയൊക്കെ പൊളിയാണ്. നമ്മുടെ പാമ്പാക്കട മൂവാറ്റുപുഴ പോണ റൂട്ടിൽ പാമ്പാക്കട എന്ന സ്ഥലത്താണ് നമ്മുടെ അരീക്ക വെള്ളച്ചാട്ടം ഉള്ളത്. അറിയാൻ പാടില്ലാത്തവരൊക്കെ ഗൂഗിളൊക്കെ നോക്കി ഒന്ന് അരീക്കയിലേക്ക് പോയോട്ടോ. അടിപൊളി വൈബാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തി അങ്ങനെ നമ്മൾ ഒരു ഇൻട്രോയൊക്കെ എടുക്കാനായിട്ട് ഒരുങ്ങിയതാട്ടോ. ചീറ്റിപ്പോയി. അരീക്ക അവിടുത്തെ വൈബൊക്കെ കണ്ടപ്പോഴേക്കും കുട്ടീസും അച്ഛനും വേറെ ലോകമായി, കണ്ടില്ലേ. അതുകൊണ്ട് പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. പ്രവേശന ഫീസുണ്ട്, ഒരു 20 രൂപ ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അരീക്ക വെള്ളച്ചാട്ടം ഫ്രണ്ട് സൈഡിൽ കൂടെ അല്ല കേട്ടോ നമ്മൾ പോയത്, ബാക്ക് സൈഡിൽ കൂടെ ഉള്ള എൻട്രിയിലാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നത്. അങ്ങോട്ടേക്കുള്ള ഇതിലെ കുട്ടിക്കുറുമ്പനാണെങ്കിൽ കൊണ്ട് ഓടി പോകും കേട്ടോ. ചേട്ടൻ പിന്നെ അരീക്ക അവൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് വഴിയൊക്കെ അറിയാം. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അരീക്കയിലോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ അവിടെ താഴെയായിട്ട് ചായ ബജ്ജി അങ്ങനെ ചെറിയ ഷോപ്പുണ്ട് കേട്ടോ. അവിടെ തുകർത്ത് എല്ലാം അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ അരീക്ക വെള്ളച്ചാട്ടം. നല്ല ഒരു അടിപൊളി, ഒരു വലിയ ദോഷമൊന്നുമില്ല. അതായത് അപകടങ്ങളൊക്കെ പൊതുവെ കുറവാട്ടോ. കാണാൻ ഒരിതേ ഉള്ളൂ. കുഴപ്പം ആംബിയൻസ് ആട്ടോ ഗൈസ്. പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ പ്ലേസ് വരുന്നത് മൂവാറ്റുപുഴ പാമ്പാക്കട അരീക്കൽ വെള്ളച്ചാട്ടം കേട്ടോ. കണ്ടില്ലേ, മഴക്കാലത്താണ് നമ്മുടെ വെള്ളം അടിപൊളിയായിട്ട് ഇങ്ങനെ വീഴുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ശരിക്കും വെള്ളം കുറവായിരിക്കും. ഞങ്ങൾ കുറേ സ്റ്റിൽസും കുറച്ച് വീഡിയോസും ഒക്കെ ഞങ്ങളിങ്ങനെ എടുക്കുക കേട്ടോ. സ്റ്റാർട്ടിങ് നിങ്ങൾ അവിടെ നിന്ന് തന്നെ കാണുക. കുട്ടീസൊക്കെ നമ്മൾ ഇറങ്ങാനായിട്ട് മൊത്തം അലമ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. അതിന് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാമെന്നുള്ള വൈബിൽ ആ വെള്ളം വരവൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ നന്നാൻ തോന്നാത്ത രീതിയിൽ നമുക്ക് ചാടാൻ തോന്നുക കേട്ടോ. എന്തായാലും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ കുട്ടീസായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഗൈസ്. കുറുമ്പനാണെങ്കിൽ ഓരോ രക്ഷയില്ലേ, നമുക്ക് അവനെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവനാണ് അവിടെ തകർത്ത് വാരിയത്. പെട്ടെന്ന് അനിയനും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി ചേട്ടൻ പറയാൻ തുടങ്ങിയിട്ട് അരീക്ക വെള്ളച്ചാട്ടം കാണാനുള്ള സ്ഥലത്ത് നിന്നത്. ഏകദേശം ഒരു 8 കിലോമീറ്റർ അടുത്ത് ട്രാവലിംഗ് ഉണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 വീലറിലാണെങ്കിൽ നമുക്ക് പോയി എത്താൻ പറ്റും. വളരെ അടുത്താണ് കേട്ടോ. നല്ല ഏരിയ അടിപൊളിയാണ്. എന്തായാലും ഞങ്ങൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്ത്. കണ്ടില്ലേ, എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ചെറിയൊരു നീർക്കെട്ടൊക്കെ ഉള്ളത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ അവിടെ നോക്കി നിൽക്കും, വീഡിയോ എടുക്കാനും പിന്നെ കുട്ടികൾ കളിക്കണമൊക്കെ കണ്ട് നിന്ന്. എനിക്ക് ഭയങ്കര വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എനിക്ക് വയ്യാത്ത കാരണം ഞാനൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയിൽ പോയതാണ്. കുട്ടികൾക്ക് വേണ്ടി പോയതാട്ടോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ഗൈസ്. കണ്ടില്ലേ, ഇവർ മാക്സിമം അച്ഛനും കുട്ടികളും മാക്സിമം എൻജോയ് ചെയ്ത് അവർ പൊളിച്ചടിക്കുക കേട്ടോ. അമ്പുവിൻ്റെ കാലമാണെന്ന് പറയുന്നതല്ലേ, ഇത് അയാളുടെ കാലമാണ്. കണ്ടില്ലേ, അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അവനെ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല, എടുക്കാൻ പറ്റില്ല. എനിക്ക് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നീർക്കിട്ട് വീണ കാരണം അവനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ തന്നെ മാക്സിമം അവനെ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അച്ഛന് ഭയമുണ്ട്, ഇവൻ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ ടെൻഷനൊക്കെ ഏട്ടൻ്റെ മുഖത്തുണ്ട്. മൂത്ത മോനും ഇച്ചിരി വികൃതിയാണ്. അപ്പോൾ അവൻ കുഴപ്പമില്ല, അവൻ്റെതായിട്ടുള്ള ലോകത്തവൻ നിന്നു. എന്തായാലും നമ്മൾ കണ്ടില്ലേ, ഞാൻ ആ താഴെ ഇന്ന് കാലിൽ ഇച്ചിരി വെള്ളമൊക്കെ നനച്ച് അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ ഒന്ന് ആ പാറയുടെ അവിടെ ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ ഗൈസ്. പൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ നാളത്തിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്തതായിട്ട്. ഞങ്ങൾ മാത്രമായിട്ട് ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻ്റായി ഞങ്ങൾക്ക്. അച്ഛനെ കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് വെക്കേഷൻ ഞങ്ങൾ ഒരിടം അധികം പോയില്ല. കുട്ടീസിനെയും കൊണ്ട് ജസ്റ്റ് ഫോറമാളിൽ പോയതല്ലാണ്ട് ഒരിടം ഞങ്ങൾ അച്ഛൻ്റെ ഒപ്പം ഞങ്ങൾ പോയിട്ടില്ല. അച്ഛൻ ഭയങ്കര തിരക്കായിരുന്നു, ഷെഫാണ് ആൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കൊക്കെ ആൾക്കുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ നമുക്ക് അധികം തിരക്കുണ്ട്. കണ്ടില്ലേ,
யாரிவளோ கண் தேடியதோ காத்திருந்த என் காதலியோ கண்களுக்குள் தென்றலிதோ பார்த்ததுமே மின்சாரமிதோ என் செல்ல குட்டியே என் கண்ணின் மணியே நீ காட்டும் கோபம் காதல் என்று உன்னை கட்டி அழைக்க ஒரு முத்தம் கொடுக்க என் நெஞ்சம் தவிக்க கண்களில் மௌனம் வார்த்தையின் தாபம் தேவைய கண்ணே இந்த கோபம் மூச்சினில் வேகம் பேச்சினில் பாரம் தாங்குமா கண்ணே நானும் பாவம் என் காதலை நீயும் தீண்டாமல் தீண்டி விட்டாய் நானும் லாக்டவுன் ஆனேனே நீ அழுதா அந்த மேகங்கள் கீழே வரும் உன் கண்கள் துடைக்கும் என் செல்ல குட்டியே என் കണ്ണിൻ മണിയേ നീ കാട്ടും കോപം. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് കയറി. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ചായക്കട പോലെ ചെറിയൊരു സ്റ്റേഷനറി കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ബജ്ജി വാങ്ങിച്ച് കഴിച്ചു. വേറെ ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ല, ചായ ഒന്നും കുടിച്ചില്ല. കുട്ടീസിനും നമുക്കും ബജ്ജി വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അരീക്കലിനോട് ഞങ്ങൾ വില പറഞ്ഞു കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ കുട്ടീസിന് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ.